ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല കുഞ്ഞൻ മത്തി വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ പോവാണ്. അതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ, നല്ല കപ്പിക്കൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടാതെ ഉള്ളി ഒരു 8 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമാങ്ങയാണ് പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് പോവില്ലാത്ത തരത്തിലുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മാങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീനാണ്. ചെറിയ ചാളയാണ്. ഇത് മുറിക്കാനൊന്നുമില്ല. ഇതെവിടെയാണ് നമ്മൾ ഇനി കറി വെക്കാനായിട്ട് പോകുന്നത്. ഇത് 1/2 കിലോ ചാളയാണ്. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. എന്തോരം വെള്ളം വേണം അത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ വെള്ളവും ചേർത്ത് പൊടികളെല്ലാം നേരിട്ട് തന്നെ ചേർത്ത് നമ്മളിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം എന്തോരം ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നമുക്കിനി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ മീൻകറി അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരണം. കുറച്ചധികം നേരം തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെച്ച് നന്നായിട്ടൊന്ന് ചാറ് പറ്റിച്ചതിന് ശേഷം നമുക്കിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാം. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷം നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ചാറൊക്കെ പറ്റി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചാറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ അടിപൊളി മത്തിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഇനി കഴിച്ചാൽ മാത്രം മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്